നീ എന്താ ഈ ആ സമയത്ത്? സ്വന്തം വീട്ടിലേക്ക് വരാൻ അസമയമൊക്കെ ഉണ്ടോ? അമ്മ എന്തെടുക്കായിരുന്നു? നൈറ്റിയുടെ ഹോക്ക് സ്റ്റിച്ച് ചെയ്യായിരുന്നു. അച്ഛനോടെ? അച്ഛൻ എന്തെടുക്കായിരുന്നു ഇവിടെ? ഞാൻ കിടക്കായിരുന്നു. ഈ ഡ്രസ്സ് എന്തിനാ ഇപ്പൊ പുറത്തെടുത്തത്? അതിനിപ്പം നിനക്കെന്താ? ആ മുറി ഒഴിഞ്ഞു കിടക്കയില്ലേ? അച്ഛൻ ഇനി മുതൽ അവിടെ കിടന്നാൽ മതി. ഒരുമിച്ചുള്ള കിടത്ത് ഇനി വേണ്ട, മനസ്സിലായല്ലോ? തൽക്കാലം ബ്രോഡാഡി ആവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ക്യാമറ സാർ, ഇതാണ് സെക്കൻഡ് വരുന്നത്. ഓക്കെ, ആ ഇത് തേർഡ്. ഈ ക്യാം അവിടെ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ? ഓ ഫുള്ള് ഗ്യാരണ്ടി ആണ്. ഇതിൽ വോയിസും കിട്ടുമല്ലോ? പിന്നെ മൊബൈൽ എപ്പോൾ ആണെങ്കിൽ നോക്കാലോ. നിങ്ങൾക്ക് ഇൻറ്റീരിയർ ചെയ്യുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? ഈ വീട് ഫുള്ളായിട്ട് സൗണ്ട് പ്രൂഫ് ആക്കണം. ഫുള്ളോ? ഹോം ഫുള്ള് തിയേറ്റർ ആക്കേണ്ട പരിപാടിയാണോ? അല്ല, എനിക്ക് നോയ്സ് പുറത്തു പോകണ ഇഷ്ടമല്ല. അതിനിവിടെ അധികം നോയ്സ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഇനി ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. 1 2 3 അങ്ങനെ. ഓക്കെ, അതേ നോക്കാം. ശരി. നമുക്ക് അധികാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല വഴികളും നോക്കി. പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ തന്നെ മനസ്സമാധാനം കളയും. നമ്മളെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ദാസേട്ടാ? ഞാൻ കുറച്ച് വിഷം മാറ്റി വെച്ചിട്ടുണ്ട്. അത് എസിക്കകത്ത് വെച്ച് ഓൺ ചെയ്ത് കിടന്നാൽ മതി, പിന്നെ ഉണരില്ല. നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തെ കിടത്തം ഞാൻ തീരുമാനിച്ചു. ദാസേട്ടാ, നമ്മൾ എന്തിനു മരിക്കണം?